വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ബില്ലുകൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതിയുടെ റഫറൻസ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. ചൊവ്വാഴ്ച ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുക. സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ എന്നതടക്കം രാഷ്ട്രപതി ചോദിച്ചിരുന്നു. വിവരങ്ങളുമായി അരവിന്ദ് ചേരുന്നുണ്ട്. അരവിന്ദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവി പിടിച്ചുവെച്ചതിനെതിരെ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിലായിരുന്നു സമയം നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. എന്തായാലും ഇതിൽ വ്യക്തത തേടിയായിരുന്നു രാഷ്ട്രപതി ഇത്തരത്തിൽ പ്രസിഡൻഷ്യൽ റഫറൻസ് എന്ന സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിരവധി ചോദ്യങ്ങൾ സുപ്രീം കോടതിയോട് ഉന്നയിച്ചത്. ഏകദേശം 14 ചോദ്യങ്ങളായിരുന്നു രാഷ്ട്രപതി ഇത്തരത്തിൽ ഉന്നയിച്ചത്. അതിൽ പ്രധാനമായും ഈ സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങളാണ് സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിക്കാൻ പോകുന്നത്. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് തന്നെ ഇത് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ചാണ് ഈ വിഷയം പരിഗണിക്കുക. ഈ ചൊവ്വാഴ്ച തന്നെ ഈ ഹർജികൾ പരിഗണിക്കുമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, തമിഴ്നാട് സർക്കാർ ആർ.എൻ. രവിക്കെതിരെ നൽകിയ ഹർജിയിലായിരുന്നു സുപ്രധാനമായ തീരുമാനം ഉണ്ടായത്. 3 മാസത്തെ പരമാവധി സമയമാണ് ഇത്തരത്തിൽ ഗവർണർക്കും അതുപോലെ തന്നെ രാഷ്ട്രപതിക്കും അന്ന് സുപ്രീം കോടതി അനുവദിച്ചു. ഇത്തരത്തിൽ ബില്ലുകൾ അധികമായി പിടിച്ചുവെക്കുവാൻ സാധിക്കില്ല, അത് സർക്കാരിന്റെ തന്നെ ഭരണത്തെ ബാധിക്കുമെന്ന് സുപ്രീം കോടതി അന്ന് ചൂണ്ടിക്കാട്ടുകയും ഗവർണർമാർക്കെതിരെ അതിരൂക്ഷ വിമർശനവും ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും പിന്നാലെയാണ് പ്രസിഡൻഷ്യൽ റഫറൻസ് എന്ന സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രപതി 14 ചോദ്യങ്ങൾ ഉയർത്തി. എന്തായാലും ഇതിനുള്ള കൃത്യമായ വിശദീകരണവും അതുപോലെ തന്നെ വാദവുമായിരിക്കും ഈ ചൊവ്വാഴ്ച നടക്കാൻ പോകുന്നത്.